കേരളത്തിൽ സ്വർണ്ണവില തുടർച്ചയായ വർധനവിലൂടെ ചരിത്രം കുറിക്കുകയാണ്. ദിവസേന പുതിയ റെക്കോർഡുകൾ തകർത്തുകൊണ്ട് മുന്നേറുന്ന സ്വർണ്ണവില സാധാരണ ജനങ്ങളെയും നിക്ഷേപകരെയും ഒരുപോലെ ആശങ്കയിലാഴ്ത്തുകയാണ്. എന്തുകൊണ്ടാണ് സ്വർണ്ണവില ഇത്രയും വേഗത്തിൽ ഉയരുന്നത്? ഇത് വെറും ആഭ്യന്തരകാര്യം മാത്രമല്ല, ലോകവിപണിയിൽ നടക്കുന്ന വലിയ മാറ്റങ്ങളാണ് ഇതിനു പിന്നിൽ. നമുക്ക് ഓരോ കാരണവും വിശദമായി പരിശോധിക്കാം. 1. ആഗോള സാമ്പത്തിക അനിശ്ചിതത്വം. അമേരിക്കൻ സമ്പദ്വ്യവസ്ഥയിലുണ്ടായിരിക്കുന്ന അനിശ്ചിതത്വം സ്വർണ്ണവിലയെ നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ്. അമേരിക്കൻ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ സ്തംഭിക്കുമോ എന്ന ആശങ്ക, വളർച്ചാ നിരക്കിലെ മന്ദഗതി, ഓഹരി വിപണിയിലെ അസ്ഥിരത, ഇതെല്ലാം നിക്ഷേപകരെ സുരക്ഷിത നിക്ഷേപങ്ങളിലേക്ക് തിരിയാൻ പ്രേരിപ്പിക്കുന്നു. അത്തരത്തിൽ ലോകം ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരു നിക്ഷേപമാണ് സ്വർണം. മറ്റൊന്ന് ഡോളറിന്റെ മൂല്യത്തകർച്ചയാണ്. ആഗോള വിപണിയിൽ US ഡോളറിന്റെ ആധിപത്യം കുറയുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഡോളറിന്റെ മൂല്യമിടിയുമ്പോൾ അതിന് ആനുപാതികമായി മറ്റു ചില കാര്യങ്ങൾ കൂടി സംഭവിക്കും. എന്താണെന്നല്ലേ? ഡോളറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ ചരക്കുകളുടെയും വില മാറും. അത് ആഗോള സാമ്പത്തിക മാന്ദ്യത്തെ കൂടുതൽ സങ്കീർണമാക്കും. അങ്ങനെ ഡോളറിന്റെ ശക്തി കുറയുന്നതോടെ നിക്ഷേപകർ ഡോളറിനു പകരം സ്വർണ്ണത്തിലേക്ക് നിക്ഷേപം നടത്താൻ നിർബന്ധിതരാകും. ഇതാണ് സ്വർണ്ണത്തിന്റെ ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്ന മറ്റൊരു പ്രധാന കാരണം. അതുപോലെ കേന്ദ്ര ബാങ്കുകളുടെ വൻ സ്വർണ്ണശേഖരണവും സ്വർണ്ണവില കുത്തനെ കൂടുന്നതിന് കാരണമായി. റഷ്യ-യുക്രൈൻ യുദ്ധം ഉൾപ്പെടെയുള്ള ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ ലോകത്തെ ധനകാര്യ സംവിധാനങ്ങളെ പിടിച്ചുലയ്ക്കുന്ന സാഹചര്യമാണല്ലോ ഇപ്പോഴുള്ളത്. ഇത്തരം സാഹചര്യങ്ങളിൽ രാജ്യങ്ങൾ സ്വന്തം സമ്പത്ത് സുരക്ഷിതമാക്കാൻ ശ്രമിക്കുന്നു. അതിന്റെ ഭാഗമായി ലോകത്തെ നിരവധി സെൻട്രൽ ബാങ്കുകൾ വൻതോതിൽ സ്വർണം വാങ്ങി ശേഖരിക്കുകയാണ്. ഈ കൂട്ടവാങ്ങൽ സ്വർണ്ണവിലയെ കൂടുതൽ വർധനവിലേക്ക് എത്തിക്കുന്നു. അതുപോലെ പലിശ നിരക്കിലെ കുറവിന്റെ പ്രതീക്ഷ. അമേരിക്കൻ ഫെഡറൽ റിസർവ് അടുത്ത കാലത്ത് പലിശ നിരക്കുകൾ കുറയ്ക്കുമെന്ന പ്രതീക്ഷ വിപണിയിൽ ശക്തമാണ്. പലിശ നിരക്ക് കുറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ബാങ്ക് നിക്ഷേപങ്ങളും ബോണ്ടുകളും അത്ര ആകർഷകമാകില്ല. അപ്പോഴും നിക്ഷേപകർ തിരിയുന്നത് സ്വർണത്തിലേക്കാണ്. ഈ പ്രതീക്ഷ പോലും സ്വർണ്ണവില ഉയരാൻ മതിയായ കാരണമാകുന്നു. ഇനി ഇന്ത്യയിലെ സാഹചര്യം കൂടി നോക്കാം. ഇന്ത്യൻ രൂപയുടെ മൂല്യം തകർച്ചയുടെ വക്കിലാണ്. ആഗോള വിപണിയിൽ രൂപയുടെ മൂല്യം ഇടിയുന്നതും ഇന്ത്യയിലെ സ്വർണ്ണവില ഉയരാൻ കാരണമാകുന്നു. സ്വർണം ഇറക്കുമതി ചെയ്യുന്നതിനാൽ രൂപ ദുർബലമാകുമ്പോൾ സ്വർണം വാങ്ങാൻ കൂടുതൽ രൂപ നൽകേണ്ടിവരും. ഇതാണ് രാജ്യത്തിനകത്ത് സ്വർണ്ണവില കുതിക്കാൻ കാരണമാകുന്നത്. ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ, വിവാഹങ്ങൾക്കും ഉത്സവങ്ങൾക്കും സ്വർണം ഒരു അവിഭാജ്യ ഘടകമാണ്. വിവാഹ സീസൺ തുടങ്ങുന്നതോടെ വിപണിയിൽ സ്വർണത്തിനുള്ള ഡിമാൻഡ് കുത്തനെ ഉയരുന്നു. ഈ ഡിമാൻഡ് വർധനയും സ്വർണത്തിന്റെ വില ഉയരാൻ കാരണമാകുന്നു. സാമ്പത്തിക വിദഗ്ധർ ഈ സാഹചര്യത്തെ വിലയിരുത്തുന്നത് ഇങ്ങനെയാണ്: വരും ദിവസങ്ങളിലും സ്വർണ്ണവിലയിൽ വലിയ ചാഞ്ചാട്ടങ്ങളുണ്ടാകും. ലോകവിപണിയിലെ അനിശ്ചിതത്വം തുടർന്നാൽ സ്വർണം ഒരു സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ ശക്തമായി നിലനിൽക്കും. അതേസമയം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ വിപണി സൂക്ഷ്മമായി നിരീക്ഷിക്കണമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഇതുപോലുള്ള നല്ല നല്ല അറിവുകൾ നിങ്ങളിലേക്കെത്തുന്നതിനുവേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ. വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഗുഡ് ബൈ.